അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും സ്നേഹവുമുള്ള സയ്യിദവറുകൾ, മറ്റ് സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, സംഘടനാ നേതാക്കൾ, സദസ്സിൽ ഒരുമിച്ച് കൂടിയ നല്ലവരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. മൽജ എന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മഹത്തായ ഒരു ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസാണ്. ഇന്ന് ഈ മജ്ലിസ് കാണുമ്പോൾ വലിയൊരു സന്തോഷമാകുന്നുണ്ട്. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് വലിയ പ്രൗഢിയും അതുപോലെ തന്നെ ജനങ്ങളുടെ ആവേശവുമൊക്കെ നിറഞ്ഞിരുന്ന സദസ്സായിരുന്നു. പക്ഷേ ഇടയ്ക്ക് നമ്മുടെ മജ്ലിസുകൾ പഴയതുപോലെയുള്ള ആ ഒരു രൂപത്തിലായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ വീണ്ടും അൽഹംദുലില്ലാഹ് ആ പഴയ പ്രൗഢിയിലേക്കും ഗാംഭീര്യത്തിലേക്കും നമ്മുടെ മജ്ലിസ് വന്നെത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാവട്ടെ. തങ്ങൾ വർഗ്ഗങ്ങൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സേവനങ്ങൾ, ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക്, വീടില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിക്കാനും ഡയാലിസിസ് ചെയ്യുന്നവർക്കുള്ള സാമ്പത്തികമായ സഹായങ്ങളും അതുപോലെ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണവും ഇങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല പദ്ധതികൾക്ക് മൽജ അതിൻ്റെ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മൽജയിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് നമ്മുടെ ഉലമാഇൻ്റെയും സാദാത്തിൻ്റെയും പ്രവർത്തനങ്ങൾ. നേരത്തെ ഹസ്രത്ത് അവറുകൾ പറഞ്ഞതുപോലെ മഹാന്മാരായ സാദാത്യങ്ങളെയും ആലിമീങ്ങളെയും മഹബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് അല്ലാഹു തആല നമുക്ക് ഇസ്സത്ത് നൽകുന്നത്. അതുകൊണ്ട് സമുദായത്തിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സാദാത്യങ്ങളും ആലിമീങ്ങളും, അവർക്ക് വേണ്ടി എന്നും നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. സ്ഥാപനത്തിന് നിങ്ങൾ സഹായിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇവിടെ നടക്കുന്നത് മഹത്തായ സ്വലാത്തിൻ്റെ മജ്ലിസാണ്. സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സാധനമാണ്. ഒരു മനുഷ്യനെ തെറ്റിൽ നിന്ന് തടുക്കാനും അവനെ നിയന്ത്രിക്കാനും അവൻ്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന, ഉപകരിക്കുന്ന ഏറ്റവും വലിയൊരു കടിഞ്ഞാണ് അത് സ്വലാത്താണ്. അതുകൊണ്ടാണ് മഹാന്മാരായ സൂഫിയാക്കളും മറ്റുള്ള പണ്ഡിതന്മാരുമൊക്കെ പറഞ്ഞത്, ഒരു മുറബ്ബിയായ ഷെയ്ഖ് ഇല്ലാത്ത സമയം ഒരു മനുഷ്യനിക്ക് തർബിയത്ത് ചെയ്യാനുള്ള അവൻ്റെ ഷെയ്ഖ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. കാരണം സ്വലാത്ത് അധികരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സ്വലാത്ത് ആ മനുഷ്യനെ തെറ്റിൽ നിന്ന് തടയും, തിന്മയിൽ നിന്ന് തടയും, അവനെ നന്മയുടെ വഴിയിലേക്ക്, ആ വഴിയിൽ നയിച്ചുകൊണ്ടിരിക്കും. അത് സ്വലാത്തിൻ്റെ പവറാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വലാത്തുകൾ കൂടുതൽ അധികരിപ്പിക്കാനും ഇതുപോലെയുള്ള സ്വലാത്തിൻ്റെ മജ്ലിസുകളിൽ സംബന്ധിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട്, കൂടുതൽ നേരം ഇത് പ്രസംഗിക്കാനുള്ള അവസരമല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ മഹത്തായ മജ്ലിസിനും സ്ഥാപനത്തിനും കർണാടക മുസ്ലിം ജമാഅത്തിൻ്റെ എല്ലാ നിലക്കുള്ള സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.